വന്യമൃഗശല്യത്തെപ്പറ്റി നമ്മൾ കുറച്ച് മുമ്പ് വരെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഈ വന്യമൃഗശല്യമുള്ള ഇടങ്ങളിൽ വഴിവിളക്കുകൾ കൂടി ഇല്ലാതായുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. അവിടുത്തെ ജനങ്ങളായിരിക്കും അതിൻ്റെ എല്ലാ പ്രതിസന്ധിയും നേരിടേണ്ടി വരിക. അത്തരത്തിൽ വന്യമൃഗശല്യമുള്ള പാലക്കാട് നെല്ലിയാമ്പതിയിൽ വഴിവിളക്കുകൾ അണഞ്ഞിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. പുലിയമ്പാറ ഊത്തുകുഴി പ്രദേശം ഇരുട്ടിലായതോടെ ഇവിടങ്ങളിലെ തോട്ടം തൊഴിലാളികളാണ് ഇതോടെ ഏറെ ദുരിതത്തിലായത്. വോട്ട് വാങ്ങിപ്പോയതല്ലാതെ ജനപ്രതിനിധികൾ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി പുലിയമ്പാറ ഊത്തുകുഴി പ്രദേശമാണ് മാസങ്ങളായി ഇരുട്ടിലായത്. പ്രദേശത്തെ എസ്റ്റേറ്റ് ലയങ്ങളിലായി നിരവധി തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. പൊതു ഇടങ്ങളിലെ വൈദ്യുതി വിളക്കുകൾ കത്താതായിട്ട് മാസങ്ങളായി. 14 ഇവിടെ ഓർഡർ ആയാലാണ്. അതിൽ 14 വന്നിട്ട് 10 കൂടി കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ ഇന്ന പോലെ നിങ്ങളുടെ അവിടുത്തെ നമ്പർ മേടിച്ചിട്ട് പോയി എന്നാ പറയണത്. പഞ്ചായത്തിൽ നിന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ വരുമോ ചോദിച്ചു. 7 മാസമായി പറഞ്ഞിട്ട്. ഉത്തരവാദിത്തമുള്ള ആളാണെങ്കിൽ ഒന്ന് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ വാർഡ് മെമ്പർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടെ ഏറെ ദുരിതത്തിലാണ് തൊഴിലാളികളും പ്രദേശവാസികളും. ഇവിടെയും ചുറ്റുപാടുമായി നിത്യേനെ വന്യമൃഗങ്ങളുടെ ആക്രമം ഉണ്ടാകാറുണ്ട്. ഇതിനടുത്തു തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാന ഇറങ്ങുകയും ചെയ്തിരുന്നു. വൈദ്യുതി വിളക്കുകൾ അണഞ്ഞതോടെ രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ഇവിടുത്തുകാർ കഴിയുന്നത്. രാത്രി ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. ഇപ്പൊ കുട്ടികളുള്ള അവിടെയാണ്. ഞങ്ങൾ പെണ്ണുങ്ങൾ ഏത് നേരം വെളിയിൽ വരും, വെള്ളം പിടിക്കും. അപ്പുറത്തെ അടുക്കള ഭാഗത്തും അവിടെയും ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ട് തരണം. ആനന്റെ ഒരുപാട് സജ്ജിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. അപ്പൊ അത് പറയുക. വെളിച്ചമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങളെ പേടിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം എസ്റ്റേറ്റ് സൂപ്പർവൈസർ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വോട്ട് വാങ്ങി ജയിച്ചുപോയ ജനപ്രതിനിധികൾ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നെല്ലിയാമ്പതി ഊത്തുകുഴി ഡിവിഷനിൽ ഉള്ളത്. രാത്രികാലം ആയിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആന വരികയും പകലും വൈകുന്നേരവും മുൻവശത്ത് കൂടി ആനകൾ വരികയും ആണ് ചെയ്യുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും കാട്ടാന ആക്രമണത്തിൽ മരണങ്ങൾ സംഭവിക്കുന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഏറെ ഭീതിയോടെയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.